ഒരു നാടാകെ കാത്തിരുന്ന കല്യാണം. വരൻ സൂര്യ, വധു മിത്ര. കാണാൻ കാത്തിരിക്കുക. സ്വയംവര പന്തൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക്. സുശീലേ, ഒന്നോട് നിന്നേ. എനിക്കിപ്പോ നിന്നോട് ദേഷ്യമൊന്നുമില്ല സുശീലേ. നമ്മൾ അന്ന് അവിടെ വെച്ച് കണ്ടപ്പോ നീ പറഞ്ഞതൊക്കെ ശരിയായിരുന്നു. ആ രാഹുലും അവന്റെ കൂടെ ജോലി ചെയ്യുന്ന ലേഡി ഡോക്ടറും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു അത്രേ. ഇന്ദു രാഹുലും തമ്മിൽ ഇതുവരെ ഒരു ബന്ധം ഉണ്ടായിട്ടില്ല. അവര് തമ്മിൽ പിരിയാൻ പോവാ. പിരിയാൻ പോവാണെന്നൊന്നും അല്ലമ്മേ, പിരിഞ്ഞതുപോലെ തന്നെയാണ്. ഇന്ദു രാഹുലിനെ വേണ്ടെന്ന് തീർത്തു പറഞ്ഞില്ലേ അമ്മേ? എന്നാലും താലി കെട്ടി കല്യാണം കഴിച്ചതല്ലേ മഹേഷേ. 4 ആളുടെ മുന്നിൽ സംസാരിച്ച് പിരിഞ്ഞില്ലെങ്കിൽ അത് പിന്നെ പുലിവാലാവും. പിരിയുന്നതിനൊരു തെളിവ് വേണം. എന്നാലേ ഞാൻ ഇന്ദുവിന്റെ കാര്യത്തെക്കുറിച്ച് ആലോചിക്കത്തുള്ളൂ. അപ്പൊ ഇന്ദുവിനെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ തന്നെയാണോ മന്ദാകിനിയുടെ പ്ലാന്? ഞങ്ങൾ അടുത്ത ബന്ധുക്കളല്ലേ. അപ്പൊ പിന്നെ സച്ചിയുടെ കുടുംബത്തിന്റെ മാനം രക്ഷിക്കേണ്ട കടമ ഞങ്ങൾക്കില്ലേ? ആ പിന്നെ അതുണ്ട്. ആ മന്ദാകിനിയുടെ മോൻ മഹേഷും ഇന്ദുവും നല്ല ചേർച്ചയായിരിക്കും. ഈ അമ്പലത്തിലെ വഴിപാട് ഭരിക്കുന്ന തോന്നുന്നേ. എന്റെ വിവാഹ തടസ്സം മാറാനുള്ള വഴിപാട് പൂർത്തിയാകുമ്പോഴേക്കും ഇന്ദു ഫ്രീ ആവില്ലേ? അല്ല അപ്പോ നിന്റെ അമ്മ നിനക്കൊരു 2ാം കെട്ടുകാരിയെ കിട്ടാൻ വേണ്ടിട്ടാണോ വഴിപാട് നേർന്നത്? നിനക്ക് നല്ല ഒന്നാന്തരം ഒരു പെണ്ണിനെ വേറെ കിട്ടില്ലേ എന്റെ മഹേഷേ. നിന്റെ അമ്മ ആ സച്ചിയുടെ സ്വത്ത് കണ്ടിട്ടാ ആ 2ാം കെട്ടുകാരിയെ നിന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നത്. എന്റെ സുശീലേ, നീ വെറുതെ ഓരോന്നും പറഞ്ഞ് അവനെ തെറ്റിദ്ധരിപ്പിക്കല്ലേ. നിന്റെ കൂടെ ചങ്ങാത്തം കൂടാൻ വന്ന് എന്നെ പറഞ്ഞാ മതിയല്ലോ. എന്റെ മകനും ഇന്ദുവും തമ്മിലുള്ള കല്യാണം മാറിപ്പോകാൻ നിങ്ങളും കൂടി ഒരു കാരണക്കാരിയാ. അപ്പൊ പിന്നെ സച്ചിയുടെ മകളെ നിന്റെ മകനെ കൊണ്ട് കെട്ടിക്കാൻ ഞാൻ സമ്മതിക്കുന്നു തോന്നുന്നുണ്ടോ മന്ദാകിനി? നീ എന്തോ ചെയ്യാനാ സുശീലേ. നിന്റെ മോൻ വേറെ പെണ്ണ് കിട്ടിയല്ലോ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സച്ചിയുടെ മോൾക്ക് എന്റെ മോനേക്കാൾ നല്ലൊരു ചെറുക്കന് വേറെ കിട്ടില്ല. ആ അത് നീ പറഞ്ഞത് ശരിയാ. നിന്റെ മകൻ മിടുക്കനാ. ഇവനെ കിട്ടുക എന്ന് പറഞ്ഞ ഇന്ദുവിന്റെ മഹാഭാഗ്യം തന്നെയാ. ആ ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ മഹേഷേ? നിന്റെ അമ്മ നിന്റെ നല്ലതിന് വേണ്ടിയല്ല നിന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നതെന്ന്. സച്ചിയുടെ മകളെ രക്ഷിക്കാൻ വേണ്ടിയാ. ഒരു ബന്ധവും ഇല്ലെന്ന് പറഞ്ഞാലും അല്ല, കല്യാണം കഴിഞ്ഞ് ഒരു ദിവസമെങ്കിലും രാഹുലിലൂടെ കഴിഞ്ഞവളല്ലേ മഹേഷ് ഇന്ദു? 2ാം കെട്ടുകാരി എന്നും 2ാം കെട്ടുകാരി തന്നെയാ. നിന്റെ അമ്മയ്ക്ക് കാശായിരിക്കും വലുത്, പക്ഷേ ഇന്ദുവിനോട് ജീവിക്കേണ്ടത് നീയാ. മതി സുശീലേ നിന്റെ ഉപദേശമൊക്കെ. നീ എന്തു പറഞ്ഞാലും എന്റെ മകൻ ഞാൻ പറയുന്നത് അനുസരിക്കും. വാടാ മഹേഷേ. അവക്ക് കണ്ണുകടിയാ. തനിക്ക് കിട്ടാത്തത് വേറെ ആൾക്ക് കിട്ടുമ്പോഴുള്ള കണ്ണുകടി. സച്ചി സാറിന്റെ സ്വത്ത് എന്തായാലും നിന്നെ കൊണ്ട് ഞാൻ തീറ്റിക്കില്ല മന്ദാകിനി. എന്തൊരു സ്ത്രീയാവണം. അവളുടെ ആഗ്രഹം. ഇന്ദുമോളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണ്ടേ സച്ചി? അല്ല, രാഹുലിനെ വേണ്ടെന്ന് ഇന്ദുമോള് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. 2 ഫാമിലിയും കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് പരസ്പരം പറഞ്ഞു പിരിയണ്ടേ? ഇന്ദുമോൾക്ക് കൊടുത്ത സ്വർണമൊക്കെ തിരിച്ചു വാങ്ങണ്ടേ സച്ചി? കേസ് കൊടുത്ത് ബന്ധം ഒഴിയാനൊക്കെ പോയാ 1-2 വർഷമെങ്കിലും എടുക്കും കോടതിയിൽ നിന്നൊരു തീരുമാനം ഉണ്ടാവാൻ. അല്ല, ഇന്ദുമോളുടെ കാര്യത്തിൽ പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കിയെടുത്തിട്ട് നിങ്ങൾക്ക് എന്താ നേട്ടം?
എനിക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. പക്ഷെ സച്ചിക്കും കുടുംബത്തിനും നേട്ടമുള്ളൊരു കാര്യം ഞാൻ പറയാം. ആദ്യമേ ഇന്ദുവിനെ കല്യാണം കഴിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ ഞാനത് അമ്മയോട് പറയുമ്പോഴേക്കും നിങ്ങൾ ഡോക്ടർ രാഹുലുമായിട്ടുള്ള കല്യാണം ഫിക്സ് ചെയ്തിരുന്നു. രാഹുലിനെ വിട്ട് ആ സത്യന്റെ ആലോചനയുമായി പോകാൻ തീരുമാനിച്ചപ്പോഴേ ഞാൻ സച്ചിയോട് പറഞ്ഞതാ, അതൊക്കെ നമുക്ക് പറ്റിയ ബന്ധമല്ല, മഹേഷിനെ കൊണ്ട് ഇന്ദുവിനെ കല്യാണം കഴിപ്പിക്കാന്ന്. എന്റെ വാക്ക് ആരും കേട്ടില്ല. അവസാനം രാഹുൽ തിരിച്ചു വന്നപ്പോ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ അത് നടക്കട്ടെ എന്ന്. അതിപ്പോ ഇതാ ഇങ്ങനെയായി. എന്റെ ആന്റി, ഇതൊക്കെ ഇപ്പൊ ഇരുന്ന് സംസാരിക്കേണ്ട കാര്യമാണോ? അറ്റ്ലീസ്റ്റ് ഇവളുടെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കണ്ടേ? ഇന്ദുവിന് ഞങ്ങൾ അന്യരൊന്നും അല്ലല്ലോ ഗോകുൽ. എടാ, നമ്മളൊക്കെ ഒരു കുടുംബം അല്ലേടാ. മോൾക്ക് മഹേഷിന്റെ കല്യാണക്കാര്യം പറഞ്ഞത് വിഷമായോ? വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഇന്ദു. നിന്റെ ഇത് സെക്കൻഡ് മാരേജ് ആണെങ്കിലും നീയും രാഹുലും തമ്മിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് അമ്മ എന്നോട് പറഞ്ഞിരുന്നു. അല്ല, അതുകൊണ്ട് എനിക്ക് പ്രോബ്ലം ഒന്നും ഇല്ലെന്ന് പറയായിരുന്നു. ഞാൻ ഇവളെ ഒരിക്കലും ഒരു സെക്കൻഡ് മാരേജുകാരിയായിട്ട് കാണില്ല. ഒന്നും മതിയാക്ക് മഹേഷ്, ഇതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ആദ്യം ആഹാരം കഴിക്കും. മോളെ ഇന്ദു, നീ ഇതൊന്നും കാര്യമാക്കണ്ട. മോള് കഴിക്കും. എനിക്ക് മതിയായി. അച്ഛാ, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ദയവ് ചെയ്ത് ഇനി ഒരു കല്യാണത്തിന് എന്നെ നിർബന്ധിക്കരുത്. പിന്നെ ഇന്ദു ജീവനോടെ ഉണ്ടാവില്ല. മോളെ, എടി മോളെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പൊ തൃപ്തിയായില്ലേ? നിങ്ങൾ ഇവിടെ വന്നത് ഇവന്റെ വിവാഹ തടസ്സം മാറാനുള്ള വഴിപാട് കഴിക്കാനാണോ, അതോ ഇനി ഇവനെ കൊണ്ട് എന്റെ മോളെ കല്യാണം കഴിപ്പിക്കാനാണോ? സച്ചി, അത് ഈ കുടുംബത്തിന്റെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടിയാ ഞാനും എന്റെ മോനും. മതി 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 മതി. എന്റെ മോളുടെ സമാധാനത്തിലും സന്തോഷത്തിലും വലുതല്ല എനിക്ക് ഈ കുടുംബത്തിന്റെ അഭിമാനം. അത് സംരക്ഷിക്കാൻ ഇവിടെ ആരും മെനക്കെടണ്ട. ഇതൊക്കെ സംസാരിക്കേണ്ട രീതിയും വേദിയും ഇതായിരുന്നില്ല. ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് സൂക്ഷിച്ചാ കൊള്ളാം. ഇനി ആഹാരമെങ്കിലും കഴിക്കാം.